എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്കൊരു ലെമൺ ജ്യൂസ് ആയാലോ? ലെമൺ ജ്യൂസ് ഞാൻ ഉണ്ടാക്കണത്, നമ്മൾ സാധാരണ ഇത് പിഴിഞ്ഞെടുത്തിട്ടല്ലേ ഉണ്ടാക്കണത്. ഇത് വന്നിട്ട് തൊലിയോട് കൂടെ അടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും കക്കില്ലേന്ന്. പക്ഷേ കയ്പ്പ് വരില്ല. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ആദ്യമായിട്ട് ലെമണാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത, അതായത് നല്ല മഞ്ഞ കളറിലുള്ള ലെമൺ ആയിരിക്കണം കേട്ടോ അത് ഉപയോഗിക്കേണ്ടത്. പച്ച കളറിനേക്കാളും നല്ല മഞ്ഞ കളറിലുള്ള ലെമൺ ആയിരിക്കണം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ ഈ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഈ ലെമണിൻ്റെ തൊലി ശരീരത്തിന് വളരെ നല്ലതാട്ടോ, നമ്മുടെ വയറിനും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ജ്യൂസ് നന്നായിരിക്കും. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ലെമൺ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് നന്നായിട്ട് തുടച്ച സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആ സ്ലാബ് മുതൽ നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്യുക. അപ്പോൾ എന്തിനെങ്ങനെ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് എല്ലാം വേഗം നന്നായിട്ട് കിട്ടും, നമുക്ക് വേഗം കിട്ടും. മനസ്സിലായോ? ഇങ്ങനെ നന്നായിട്ട് ചെയ്യുക. അതായത് ഇത് കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ചെയ്യുക. അപ്പോൾ അതായത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്, ജ്യൂസിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ നെടുകെ കട്ട് ചെയ്യരുത്. ഇതിൻ്റെ ഈ റൗണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ നെടുകെ കട്ട് ചെയ്യാൻ പാടില്ല. നെടുകെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പ് കൂടും നമുക്ക്. മനസ്സിലായോ? നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നെടുകെ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല, റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇത് ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ കട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ സീഡ്സ് ഉണ്ടല്ലോ, സീഡ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് കളയുക. പിന്നെ വേണ്ടത് ഇതുപോലെ ഒന്നും കൂടിയും കട്ട് ചെയ്യുക. അതിന് ശേഷം ഈ വൈറ്റ് കളറിൽ കണ്ടോ നിങ്ങൾ, ആ വൈറ്റ് കളറിലുള്ളത് അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അത് കയ്പ്പ് ഉണ്ടാക്കണതാണ് നമുക്ക്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തൊലിയോട് കൂടെ അടിക്കുമ്പോൾ നമുക്ക് കയ്പ്പ് വരില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വൈറ്റ് കളറെല്ലാം കളഞ്ഞിട്ട് സീഡ്സ് എല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊലിയോട് കൂടെ കേട്ടോ. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്ലൂക്കോൺ ഡി. ഇത് എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാൻ, നന്നായിട്ട് എനർജി കിട്ടും നമുക്ക്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് വേറൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇതും കൂടെ ആഡ് ചെയ്യണു നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഒരു 1-1.5 സ്പൂൺ ആഡ് ചെയ്തോളൂ ഗ്ലൂക്കോൺ ഡി കേട്ടോ. അത് വൈറ്റ് കളറിലുള്ളത്, വേറെ ഫ്ലേവർ ഒന്നുമല്ല. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്യുക. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ആഡ് ചെയ്യേണ്ടത് കുറച്ച് തണുത്ത വെള്ളമാണ്. ഐസ് ക്യൂബ് ഇടണമെങ്കിൽ ഐസ് ക്യൂബ് ഇടാം കേട്ടോ. നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഉപയോഗിക്കണമെങ്കിൽ നോർമൽ ഉപയോഗിക്കാം. തണുത്തതാണെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് ഇത് ജ്യൂസ് ഉണ്ടാക്കുന്ന ജാറാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെയാവും. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് ഫിൽറ്റർ വെച്ചിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം.
നല്ല ഹെൽത്തിയാണ് കേട്ടോ അത്, നല്ല ഹെൽത്തിയാണ്. നമുക്കിത് കുടിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ നമുക്ക് വരുന്ന വ്യത്യാസം നമുക്കറിയാം. നമുക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു എനർജി കിട്ടിയ ഒരു ഫീലിംഗ് വരും നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളി ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പമല്ലേ, നല്ല ഹെൽത്തിയാണ്. നമ്മുടെ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ വെയിലത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ ആകെ ടയേർഡായിട്ടായിരിക്കും അല്ലേ, പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ് ഈ വർഷമൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ, വളരെ നല്ലതാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറൊരു പുതിയൊരു വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.